ഉറുദു പ്രസംഗ മത്സരത്തിലെ സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്ട് ആയിട്ടുള്ള ആളാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ളത്. പേരെന്താ? തൗക്കീർ ആലം. കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് ലെവലിൽ പോകുന്നത്? അല്ല. അല്ല, മുൻപ് പോയിട്ടുണ്ട്. ആ. ഏത് ഐറ്റത്തിനാ മുൻപ് പോയത്? ഉറുദു കഥാരചന. ഉറുദു തന്നെയാണ് നമ്മുടെ ഐറ്റം അല്ലേ? അതായത് ഇത്തവണ ഉറുദു പ്രസംഗത്തിന് മുൻപ് ഉറുദു കഥാരചനയ്ക്ക് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട് അല്ലേ? ഉറുദു ഇഷ്ടമാണോ? ആ. കഥയും കവിതയും ഒക്കെ എഴുതുമോ? കഥ എഴുതും, കവിത ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രസംഗ മത്സരത്തിൽ ആദ്യമായിട്ടാണോ നമ്മൾ പങ്കെടുക്കുന്നത്? ആ, കഴിഞ്ഞ കൊല്ലം പോയി പക്ഷെ കിട്ടിയില്ല. ഇപ്രാവശ്യം പോയപ്പോൾ കിട്ടി. അപ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ മത്സരിക്കാനായിട്ട് പോവുകയാണ് അല്ലേ? ആ പ്രസംഗ മത്സരത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത ടോപ്പിക് അപ്പം തന്നെ തരാണോ ചെയ്യുക? എങ്ങനെയാ? അപ്പോൾ തന്നെ തരും. 5 മിനിറ്റിൽ വെച്ചിട്ട് പറയാനും. 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാനുള്ള സമയമാണല്ലേ? എന്തായിരുന്നു ഇത്തവണത്തെ ടോപ്പിക്ക്? ഉറുദു ജബാൻ കി അഹമിയത്ത്. എല്ലാം മനസ്സിലായി. ഇതിൻ്റെ ഒന്ന് മലയാളത്തിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരുമോ? ഉണ്ട്. ഉറുദു ഭാഷയുടെ പ്രാധാന്യം. അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ നല്ല എളുപ്പത്തിൽ പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? ആദ്യം ഞാൻ വിചാരിച്ചില്ല, ഞാൻ കുറേ വിഷയമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സാറ് എന്നോട് പറഞ്ഞു ഉറുദു ജബാനെ കുറിച്ചൊന്ന് പഠിച്ചോ, എന്നിട്ട് ഒരു ഷെയർ പോയുണ്ടോ ആ പറഞ്ഞു. അപ്പോൾ അത് തന്നെ പറഞ്ഞു ഉറുദു ജബാൻ. അപ്പോൾ ഭയങ്കര സന്തോഷമാവല്ലോ ഈ ടോപ്പിക്ക് കേട്ടപ്പോൾ നമ്മൾ തോന്നി. ലാസ്റ്റ് വെച്ചിട്ട് കിട്ടിയപ്പോൾ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പ്രസംഗ മത്സരത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത ആ ഒരു പോർഷൻ, നമുക്ക് പ്രസംഗ മത്സരത്തിൻ്റെ ഒരു പോർഷൻ പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഒരു ഷെയർ ഉണ്ട്, അത് ഷക്കീൽ അഹമ്മദ് പറഞ്ഞത്. ഷക്കീൽ അഹമ്മദ് ने क्या खूब फरमाया है, जिसकी उर्दू ज़बान होती है, जिसकी उर्दू ज़बान होती है उसकी बात में जान होती है, इल्मियत की शान होती है. ആഹാ. അപ്പോൾ എന്തായാലും ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് കൂടെ പറയൂ. MIC അലമീൻ കേച്ചേരി. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലിലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. അതുപോലെ ഇനിയുള്ള വർഷങ്ങളാണെങ്കിൽ ഇപ്പോൾ ഹൈസ്കൂളിലാണ്, ഇനി ഹയർ സെക്കൻഡറി. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? 10th-ലാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ മത്സരിക്കുക ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് ആയിട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനിയും കലോത്സവ വേദികളിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടാനും വിജയങ്ങൾ കൈവരിക്കാനും ഒക്കെ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.